ഹായ് ഹലോ എല്ലാവർക്കും AJR ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമുക്ക് കുറച്ച് സോപ്പുകളും അതുപോലെ തന്നെ ഷാമ്പൂ ഫേസ് വാഷിൻ്റെ ഒക്കെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഷോർട്സ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. മിക്ക കൂട്ടുകാർക്കുള്ള ഒരു ഡൗട്ടാണ്, ഈ ഒരു സോപ്പ് എന്നുള്ളതൊരു ബിസിനസ്സായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഏണിങ്സ് കിട്ടുമോ, അല്ലെങ്കിൽ ഇതൊരു ബിസിനസ്സായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ലൈസൻസ് എടുക്കേണ്ടതുണ്ടോ, ഇതെങ്ങനെയാണ് ഈ സോപ്പിന് നമുക്ക് സെയിൽ കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മൾ സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആരെങ്കിലും മേടിക്കോ, ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണ് ഇടുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റിക്കർ എങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്യണത്, ഇങ്ങനെ ഒരുപാട് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിതിലൂടെ ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ എൻ്റെ ഒരു ചെറിയ അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ സോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയ ഒരു ടൈമിലുണ്ടല്ലോ, വളരെ മോശമായിട്ടാണ് ഞാൻ സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന സോപ്പ് എന്ന് പറയുന്നത് കറ്റാർവാഴയുടെ സോപ്പായിരുന്നു. അത് മെയിനായിട്ട് നമ്മളിങ്ങനെ ഇപ്പോൾ നമ്മളെല്ലാവരും യൂട്യൂബൊക്കെ നോക്കിയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ സോപ്പ് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എന്തെങ്കിലും ബിസിനസ് ചെയ്യാം എന്നിങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ഓരോരോ നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുകയുള്ളൂ എന്തൊക്കെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനെ സ്ക്രോൾ ചെയ്ത് വന്നപ്പോഴാണ് ഈ ഒരു സോപ്പ് എന്നുള്ളതൊരു വീഡിയോ കണ്ടത് കേട്ടോ. അപ്പോൾ അതിൽ ഏറ്റവും നല്ല വ്യൂസ് വരുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ സോപ്പിൻ്റെ ബേസൊക്കെ മേടിച്ച്, സോപ്പിൻ്റെ ബേസൊക്കെ ഓൺലൈനായിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബേസൊക്കെ മേടിച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. ബേസ് എങ്ങനെ മേടിക്കണം, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ക്വാളിറ്റി നോക്കിയെടുക്കേണ്ടത്, അങ്ങനത്തെ ഒരു സംഭവത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ബേസും കാര്യങ്ങളെല്ലാം മേടിച്ചു ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു വീഡിയോയിൽ കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും പറയുന്നില്ല. കറ്റാർവാഴയുടെ ഒരു സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സോപ്പൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മൾ സോപ്പെല്ലാം സെറ്റ് ആയതിനു ശേഷം അൺമോൾഡ് ചെയ്ത് നോക്കി എടുത്ത് നമ്മൾ കൈ പിടിക്കുമ്പോൾ എന്താണെന്നറിയാമോ, ഭയങ്കരമായിട്ട് പളുപളൂന്ന് ഇങ്ങനെ ഞെങ്ങിപ്പോണ ടൈപ്പിലായിരുന്നു സോപ്പ് ഇരിക്കുന്നുണ്ടായിരുന്നത്. ആദ്യമായിട്ട് നമ്മളിങ്ങനെ സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കും ഭയങ്കര ആകാംക്ഷയായിരിക്കുമല്ലോ. നമ്മൾ ഇത്രയും നാൾ കടയിൽ നിന്ന് മേടിച്ചിരുന്ന സോപ്പ് നമ്മൾ വീട്ടിലുണ്ടാക്കി എടുക്കുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമായിരിക്കും, ഇതെങ്ങനെയായിരിക്കും ഉപയോഗിച്ച് നോക്കുമ്പോൾ എന്നൊക്കെ അറിയാനൊക്കെ ആയിട്ട്. പക്ഷേ ഫസ്റ്റ് ടൈമിൽ തന്നെ ഭയങ്കര ഫ്ലോപ്പായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ ഒരു സോപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടില്ലായിരുന്നു, വെറുതെ ഇത്തരം പൈസയൊക്കെ എന്തിനാ ചിലവാക്കണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആ ഒരു സോപ്പ് എന്നുള്ള ആഗ്രഹം ഞാൻ അവിടെ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പറയാനാണെങ്കിൽ ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം ഇതിൽ പറയുന്നില്ല. പിന്നെയും കുറേ നാൾ കഴിഞ്ഞ്, അതായത് കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ചെറിയൊരു ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചുമ്മാ ഒരു വീഡിയോ ഇങ്ങനെ ഇട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ അന്നേരം ഒരു പപ്പായയുടെ സോപ്പായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നതും. അത് നല്ല അടിപൊളിയായിട്ട് ആ സോപ്പ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ സോപ്പിൻ്റെ ബേസിന് പത കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്തിരി കൂടെ ഒരു കോൺഫിഡൻസ് ആയി, സോപ്പ് നല്ല രീതിയിൽ തിക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളത്. പിന്നെ നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള ബേസും കാര്യങ്ങളൊക്കെ എവിടെ നിന്ന് കിട്ടും, എങ്ങനെ കിട്ടും എന്നൊക്കെ സെർച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ എനിക്കിപ്പോൾ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മേടിക്കുന്ന സാധനങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി മേടിക്കുക. പൈസയൊക്കെ അത്യാവശ്യം കുറച്ച് റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷെ മേടിക്കുന്ന സാധനം നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി മേടിക്കുക. നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ അതിപ്പോൾ ഇച്ചിരി റേറ്റ് കൂടിയാലും എന്തായാലും ആൾക്കാർ മേടിക്കും കേട്ടോ. അന്ന് ഫ്ലോപ്പായി പോയ ഒരിടത്തു നിന്ന് എനിക്ക് ഈ ഒരു നിലയിൽ എത്താനായിട്ട് സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമായിരിക്കും, സോപ്പിന് നമുക്ക് ഓർഡർ കിട്ടണില്ല, അല്ലെങ്കിൽ സോപ്പിൻ്റെ റേറ്റ് ഒരുപാടായതുകൊണ്ട് ആൾക്കാർ മേടിക്കുന്നില്ല എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ ഒരു ബിഗിനറൊക്കെ ആണെങ്കിൽ നമുക്ക് ഓർഡറുകളൊക്കെ കിട്ടാനായിട്ട് ഭയങ്കര അധികം ബുദ്ധിമുട്ടുകളൊക്കെ ആയിരിക്കും. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ചെറിയ സാമ്പിൾ സോപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് അവർക്ക് കൊടുത്തു നോക്കുക. അതുപോലെ തന്നെ നമുക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസൊക്കെ വയ്ക്കാവുന്നതാണ്. ഫേസ്ബുക്ക്, അതുപോലെ തന്നെ ഇൻസ്റ്റ, ഇതിലൊക്കെ നമ്മുടെ ഫോട്ടോസും അല്ലെങ്കിൽ ഇതിൻ്റെ സോപ്പിൻ്റെ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ കുറച്ച് കസ്റ്റമേഴ്സിനെ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരാൾ മേടിച്ചു ഉപയോഗിച്ച് നോക്കി കഴിഞ്ഞിട്ട് അവർക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ മറ്റുള്ളവരോട് പറയും. അപ്പോൾ അങ്ങനെയും കുറച്ച് കസ്റ്റമേഴ്സിനൊക്കെ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്കിതുപോലെ യൂട്യൂബിലൊക്കെ വീഡിയോ ഇടാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ അങ്ങനെയും ഇടാവുന്നതാണ്. പിന്നെ റേറ്റിൻ്റെ കാര്യം എല്ലാ കൂട്ടുകാരും പറയുന്നൊരു കാര്യമാണ്. നമ്മൾ ഒരുപാട് റേറ്റൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മേടിക്കാനായിട്ട് മടിയാണ്. എല്ലാവർക്കും സോപ്പ് വേണം, പക്ഷേ റേറ്റ് പറയുമ്പോൾ ആരും മേടിക്കുന്നില്ല എന്നുള്ളത്. കടയിൽ നിന്ന് മേടിക്കുന്ന സോപ്പിന് 20 രൂപ 30 രൂപയ്ക്ക് കിട്ടുമല്ലോ, പിന്നെ നിങ്ങളുടെ അടുത്ത് എന്താണ് ഇത്രയും റേറ്റ് വരുന്നതെന്നുള്ളത് അതെല്ലാ ഇങ്ങനെ സോപ്പ് മേക്കേഴ്സും നേരിടുന്നൊരു ചോദ്യം തന്നെ ആയിരിക്കും ഇത്. അപ്പോൾ അവരുടെ അടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ചേർക്കുന്നത്, അതിൻ്റെ ഗുണങ്ങൾ, അതിൻ്റെ ചേർക്കുന്ന ഓരോരോ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും അതിനെക്കുറിച്ചൊക്കെ അറിയാവുന്നവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും മേടിച്ചിരിക്കും കേട്ടോ.
പിന്നെ നമ്മളിതൊരു ബിസിനസ്സായിട്ട് ചെയ്യുമ്പോൾ ലൈസൻസ് എടുക്കേണ്ടതുണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ ചെറിയ ചെറിയ സാമ്പിൾ സോപ്പൊക്കെ ഉണ്ടാക്കി തുടങ്ങുമ്പോൾ തന്നെ ലൈസൻസ് എടുക്കണമെന്ന് അങ്ങനെയും ചോദിക്കുന്ന കൂട്ടുകാരുണ്ട് കേട്ടോ. നമ്മളിതൊരു ചെറിയ ചെറിയ സോപ്പുകളൊക്കെ വീട്ടിൽ ഉണ്ടാക്കി നോക്കി അത്യാവശ്യം കുറച്ച് പേരൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരു ബിസിനസ്സായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ലൈസൻസും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ട് ഉള്ളതാണ് കേട്ടോ. ഇങ്ങനെ ലൈസൻസിനെ കുറിച്ചുള്ളൊരു വീഡിയോ നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ നമുക്ക് ലൈസൻസ് എല്ലാം കിട്ടിയതിന് ശേഷം നമുക്ക് സ്റ്റിക്കറൊക്കെ അടിക്കാവുന്നതാണ്. പിന്നെ സ്റ്റിക്കറിൽ എന്തൊക്കെ കാര്യങ്ങൾ ചേർക്കാം, ചെറിയൊരു സാമ്പിളാണ് ഇത് കാണിക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ സ്റ്റിക്കറാണ് വരുന്നത്. നമുക്കിതിൽ നമ്മുടെ സോപ്പിൻ്റെ പേര്, അതുപോലെ തന്നെ നമ്മുടെ എന്ത് സോപ്പാണെന്നുള്ളത് എഴുതി ചേർക്കാവുന്നതാണ്. അതിൻ്റെ വെയിറ്റും റേറ്റും എഴുതാവുന്നതാണ്. പിന്നെ വരുന്നത് നമുക്ക് മാനുഫാക്ചറിങ് ഡേറ്റും എക്സ്പയറി ഡേറ്റും കൊടുക്കാവുന്നതാണ്. അതിപ്പോൾ ഈ സ്റ്റിക്കർ കൊടുത്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ രജിസ്ട്രേഷൻ നമ്പറും ഫോൺ നമ്പറും വെക്കാവുന്നതാണ് കേട്ടോ. കുറഞ്ഞത് ഇത്രയും കാര്യങ്ങളെങ്കിലും നമുക്ക് ആ ഒരു സോപ്പിൻ്റെ സ്റ്റിക്കറിൽ വെക്കാവുന്നതാണ്. പിന്നെ നമ്മൾ സോപ്പൊക്കെ പുറത്തോട്ടേക്ക് സെയിൽ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അതിൻ്റെ pH കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഒന്ന് കൊടുക്കാനായിട്ട്. പിന്നെ ഇതിപ്പോൾ കാണിക്കുന്ന സോപ്പ് എന്ന് പറയുന്നത് ഇത് മഞ്ഞളുടെ സോപ്പാണ്. എല്ലാ സോപ്പും നമ്മൾ ജ്യൂസ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 80-85 ഗ്രാമൊക്കെയാണ് വരുന്നത്. പിന്നെ ഇത് ക്യാരറ്റിൻ്റെ സോപ്പാണ്. ഇതും നമ്മൾ ജ്യൂസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓവൽ ഷേപ്പിലുള്ള മോൾഡിലും പിയേഴ്സിൻ്റെ മോൾഡിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്ത സോപ്പ് എന്ന് പറയുന്നത് ശംഖുപുഷ്പത്തിൻ്റെ സോപ്പാണ്. ഇതെല്ലാം ഗ്ലിസറിൻ്റെ ബേസിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോസൊക്കെ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടുന്നൊരു സോപ്പാണ് അലോവേരയും അതുപോലെ തന്നെ ആര്യവേപ്പിൻ്റെ സോപ്പ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കറ്റാർവാഴയുടെ സോപ്പാണ്. പിന്നെ അതുപോലെ തന്നെ ഷാമ്പുവും ഫേസ് വാഷും ഉണ്ടായിരുന്നു. ഷാമ്പു വന്നിട്ടുണ്ടായിരുന്നത് ഷിക്കാക്കായുടെയും അതുപോലെ തന്നെ അലോവേരയുടെ ആയിരുന്നു. ഫേസ് വാഷ് വന്നിട്ടുണ്ടായിരുന്നത് നീമിൻ്റെ ആയിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം നമ്മൾ ഇവിടെ സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം ഒട്ടിച്ച് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പാക്ക് ചെയ്യുന്നത് ആദ്യം ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്യും. പിന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറിലാണ് സോപ്പൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷാമ്പു വരുന്നതും ഫേസ് വാഷ് വരുന്നതും 100 ml ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഷാമ്പു, ഫേസ് വാഷ്, സോപ്പുകളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് സക്സസ് ആവാത്ത കൂട്ടുകാരൊക്കെ ആണെങ്കിൽ വീണ്ടും നമുക്ക് ഒന്നും കൂടെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ ആദ്യമേ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും സക്സസ് ആവുന്നതായിരിക്കും. ഇതുപോലെ സോപ്പൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫെയിലായി പോയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ട്രൈ ചെയ്യുക. തീർച്ചയായിട്ടും സക്സസ് ആവുന്നതായിരിക്കും. എൻ്റെ ഒരു അനുഭവം തന്നെ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു അവസ്ഥയിൽ നിന്ന് ഞാൻ ഈ ഒരു നിലയിൽ എത്താനായിട്ട് എനിക്കിപ്പോൾ പറ്റിയിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടെ ചെയ്യൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടാതെ തന്നെ ലൈക്കും കൂടെ ചെയ്യണം. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.